children, welcome back to my channel LKLS Star Max class in the SSLC first chapter ആണ് കേട്ടോ. അരിത്മെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 28 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കി, റൈറ്റ് 3 arithmetic sequences with 30 as a sum of the first 5 terms എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് എന്താ പറഞ്ഞത് നോക്കി ഒന്നുകൂടി. റൈറ്റ് 3 arithmetic sequences with 30 as a sum of the first 5 terms. കണ്ടോ, ആദ്യത്തെ 5 ടേംസിൻ്റെ സം എത്രയാണ്? 30 ആണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളോട് അതിൻ്റെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് 3 arithmetic sequences എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. നമ്മളോട് എത്രയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് 5 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ 5 ടേംസ് നമുക്ക് അറിയില്ല, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എങ്ങനെയായിരിക്കും അത് വരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ പേജ് 28, പേജ് 25 എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നല്ലതുപോലെ വിശദീകരിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ പേജ് 28 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 5 ടേംസിൻ്റെ സമ്മാനമല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിത് അറിയില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്, അറിയില്ല. പ്ലസ് ഇവിടെയുണ്ട്, പിന്നെയുണ്ട് 1 2 3 ആയി, ദെൻ 4 5 1 2 3 4 5 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ ഉള്ളതാണ് നമുക്ക് 30 എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. 30 ഒരു തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ 5 ടേംസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ 5 ടേംസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇതിൻ്റെ മിഡിൽ ടേമിനെ കണ്ടെത്താനായിട്ട് നമുക്കിവിടെ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇതിൽ മിഡിൽ ടേം, ഇതിൽ വരുന്ന മിഡിൽ ടേം എന്ന് പറയുമ്പോൾ ഏതാ? ഇത് 2 കഴിഞ്ഞു, ഇത് 2 കഴിഞ്ഞു. അപ്പോൾ മിഡിലിൽ കിടക്കുന്നത് നോക്കിയേ, ഇതല്ലേ വരിക. അപ്പോൾ ആ ഒരു ടേമിനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 30-നെ എത്ര ടേംസാണ് നമുക്കുള്ളത്? 5 ടേംസ് ഉണ്ടല്ലേ. സോ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ക്ലിയർ അല്ലേ? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിന് 6 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് മിഡിൽ ടേം ആണ് 6 കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ മിഡിൽ ടേം ഇപ്പോൾ ഇതാന്ന് വിചാരിക്കാം. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ മിഡിൽ ടേം കിട്ടിയിരിക്കുന്നത്. നമുക്ക് 6 എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒന്നും നമുക്ക് അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ ഡിഫറൻസ് നമുക്ക് കണ്ടെത്താൻ ഇവിടെ ഇപ്പോൾ വഴികളൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഈ ഡിഫറൻസിന് നമുക്ക് ഓരോരോ വാല്യൂസ് മാറ്റി കൊടുത്തു നോക്കാം. ഇപ്പോൾ ഡിഫറൻസ് 1 ആയിട്ട് സപ്പോസ് എന്താണ്, നമുക്ക് ഡി എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ എടുത്തതാണ് 1 എന്നുള്ളത്. അപ്പോൾ ഈ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് 1 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഇങ്ങോട്ട് പോകുന്നവർ എന്ത് കിട്ടും? ഇപ്പോൾ ഒന്നുകൂടി പറയട്ടെ, വേണ്ട, ഇതിൽ തന്നെ കാണിക്കാം കേട്ടോ. അതായത് 6ൻ്റെ കൂടെ ഈ 1 ആഡ് ചെയ്തതാണല്ലോ ഇപ്പോഴും വരുന്നത്. അപ്പോൾ 6 + 1 7 ആയി. ഇനി ഈ 7ൻ്റെ കൂടെ കറക്റ്റ് ഈ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത് വരിക? 8. കണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് പോകുന്നവർ എന്താണ്? ആഡ് ചെയ്ത് പോകും. ഇനി ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? സബ്ട്രാക്ട് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ 6ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്താൽ എത്രയായിരിക്കും? 5 ആയിരിക്കും. 5ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്താൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ? നിങ്ങളിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കി എത്രയാണത്? 4 + 5 എത്ര കിട്ടും? 9 കിട്ടും അല്ലേ. 9 + 6 എത്രയാണ് കിട്ടുക? 10 11 12 13 14 15 കിട്ടി അല്ലേ. ഇനി 15 ഇത് രണ്ടും കൂടി ഒന്ന് ചെയ്ത് നോക്കി എത്രയാണ് കിട്ടുക? അത് 7 7 14 15 അല്ലേ. അപ്പോൾ ഇത് ഇത്രയും 15 കിട്ടി, ഇവിടെയും 15 കിട്ടി. ഈ 15 കൂടെ കൂട്ടി നോക്കിയേ, 30 അല്ലേ. ക്ലിയർ അല്ലേ ഇതിൻ്റെ ആൻസർ? ഇത് നോക്കിയേ, അടുത്തത് നമ്മളോട് 3 എത്ര വേണമെങ്കിലും നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പറഞ്ഞേക്കുന്നത് 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ചെയ്ത് നോക്കിയാലോ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്, ഇവിടെയുണ്ട്. കണ്ടോ, ഇങ്ങനെ ചെയ്തു. അപ്പോൾ 1 2 3 4 ആയല്ലേ. ഒരെണ്ണം കൂടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയോ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് 30 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ മിഡിൽ ടേം എന്താ കിട്ടിയിട്ടുള്ളത്? 6 കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡി എന്തായിട്ട് എടുത്തു നോക്കാം? ഡി 2 ആയിട്ട് എടുത്തു നോക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഡി 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ഞാൻ മാറ്റി കൊടുത്ത് നമുക്ക് അതിൻ്റെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. അദ്ദേഹം ഡി, ഇതിനെ കൂടെ ഡി ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 2 എന്ന് പറയുന്നത് ആഡ് ചെയ്താൽ 6 + 2 8 8 + 2 എത്ര കിട്ടും? 10. അതേപോലെ
ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മിഡിൽ ടേമിൽ നിന്ന് സബ്ട്രാക്ട് ഇല്ല, ഇത് സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടുക? 4 കിട്ടും. ഈ 4ൽ നിന്ന് വീണ്ടും റെഡ്യൂസ് ചെയ്താൽ 2 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടുക? 2 കിട്ടും. കണ്ടോ? അപ്പം നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, 30 തന്നെയല്ലേ കിട്ടുന്നത്. എളുപ്പത്തിൽ ആഡ് ചെയ്യാം. 6 + 4 10, 8 + 2 10, അപ്പോൾ 20 ആയി. പിന്നെ ഇത് അതേ കണ്ടോ, 30 കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെ മാറിയും തിരിച്ചും കൊടുത്തു നോക്കാം കേട്ടോ. D1 എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, D2 എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതുപോലെ അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം അല്ലേ. AP ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് 4 5 6 7 8 ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടലാണ് നമ്മുടെ 30. അടുത്തൊരു AP ക്രിയേറ്റ് ചെയ്ത് എത്രയാണ്? 2 4 6 8 10. ക്ലിയർ ആണല്ലോ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം കേട്ടോ. ടെക്സ്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Second question നോക്കിയേ. The first term of an arithmetic sequence is 1 and the sum of the first 4 term is 100. എന്താ പറയുന്നത്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? 1 തന്നിട്ടുണ്ട്. ഇനി സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഈസ് 100. ആദ്യത്തെ 4 ടേംസ് ആഡ് ചെയ്ത് എത്രയാണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് 4 ടേംസ്. ആ ഫസ്റ്റ് 4 ടേംസ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അത് ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് കൊടുക്കാം? അതായത് ഇതൊരു നമ്പറുണ്ട്, ഏതൊരു നമ്പറാണ്, ഇവിടെ ഒരു അടുത്ത നമ്പറുണ്ട്, ഇവിടെയും ഒരു അടുത്ത നമ്പറുണ്ട്, ഇവിടെയും ഒരു അടുത്ത നമ്പറുണ്ട്. ഓക്കെ ആണല്ലോ? ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? 100 എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ എത്ര നമ്പേഴ്സാണ്? 1 2 3 4. ഇതൊരു ഈവൻ നമ്പറിലല്ലേ വന്നിരിക്കുന്നത്. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഈവൻ നമ്പറാണ്. റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഈവൻ നമ്പറായിട്ട് വന്നാൽ നമ്മൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതായത് ഇത് രണ്ടും കൂടി ഈ അടുത്തടുത്ത് കിടക്കുന്നത് ഇത് രണ്ടും കൂടി ഒരു പെയറാക്കുക. കണ്ടോ? ഇത് രണ്ടും കൂടെ അടുത്തൊരു പെയറാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 പെയർ കിട്ടി അല്ലേ? ഇത് നമ്മുടെ ഫസ്റ്റ് പെയർ, ഇത് നമ്മുടെ സെക്കൻഡ് പെയറും. അതല്ല, ഇനി ഇത് ഫസ്റ്റ് ആക്കണമെങ്കിൽ ഇത് സെക്കൻഡ്, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ 4 നമ്പറുകളും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 100 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ നേർ പകുതി എത്രയാണ്? 50 അല്ലേ? അപ്പോൾ നമുക്ക് ഓർത്തൂടെ ഈ ടേം കൂടെ ആഡ് ചെയ്ത് എത്രയായിരിക്കും നമുക്ക് കിട്ടേണ്ടത്? 50 ആയിരിക്കും കിട്ടേണ്ടത്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? നോക്കിയാൽ 4 ടേം കൂടെ ആഡ് ചെയ്തപ്പോൾ 100 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ 4 എന്ന് പറയുന്നത് എന്താ? ഈവൻ നമ്പറാണ് അല്ലേ? ഇരട്ട സംഖ്യകളായിട്ടുള്ള ഒരു ടേംസാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഓരോ പെയറാക്കാം. പെയറാക്കുന്നത് എങ്ങനെയാണ്? ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരു പെയറായിരിക്കണം. പിന്നെയോ ഇത് ഒരു പെയറായിരിക്കണം. ഈ അടുത്ത് കിടക്കുന്നത് ഇത് രണ്ടും കൂടെ ഒരു ആക്കണം. അപ്പം എപ്പോൾ ഈ ടേംസ് ഈവനായിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ പെയേഴ്സാക്കി മാറ്റാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം. എന്താണത്? x1 അല്ലേ? ആദ്യത്തെ ടേം എന്ത് പറയാം? x1 ആണ്. രണ്ടാമത്തെ ടേമിന് എന്ത് പറയാം? x2. മൂന്നാമത്തത് x3. നാലാമത്തത് x4 ആണല്ലോ. അപ്പോൾ ഈ 4 കൂടെ കിട്ടിയതാണ് നമുക്ക് എന്ത് കിട്ടുന്ന ഇതെന്ന് പറയുന്നത് 100. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പെയറാക്കിയത് ആരൊക്കെയാണ് നോക്കിയാൽ ഇതിന് 2 കൂടെ ഒരു പെയറാക്കി, ഇതിന് 2 കൂടെ വേറൊരു പെയറാക്കി. ഓക്കെ, പ്ലസ് കൂടി ഇട്ട് കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഇത് 2 കൂടി എടുക്കാം. നോക്കിയേ, x1 + x4. ഇത് 2 കൂടെ ആഡ് ചെയ്ത് എത്രയായിരിക്കും നമുക്ക് വരിക? ഇതിൻ്റെ പകുതി ആയിരിക്കുമല്ലോ അല്ലേ? 100ൻ്റെ പകുതിയല്ലേ വരുള്ളൂ. 4 ടേം ഉണ്ട്. അപ്പോൾ അതിൻ്റെ 4 ടേം ഉള്ളത് കൊണ്ട് തന്നെ അത് 2 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ 50-50 അല്ലേ? ഇത് 2 കൂടെ കൂട്ടിയാലും 50 ആയിരിക്കും, ഇത് 2 കൂടെ കൂട്ടിയാലും 50 ആയിരിക്കും. എന്നാലല്ലേ 100 കിട്ടുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഓരോ ടേം വൈസായിട്ട് x1 x2 x3 x4 ഇട്ടേക്കുന്നത്. ഇവിടെ ഇതിന് തന്നെയാണ് ഈ പുറത്തേക്ക് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇത് 2 കൂടെ കൂട്ടിയാൽ 50 കിട്ടും, ഇത് 2 കൂടെ കൂട്ടിയാൽ 50 കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ നോക്കിയേ, അതൊന്ന് എഴുതി വയ്ക്കാം. x2 + x3 = എന്ത് കിട്ടി? 50 കിട്ടി. കറക്റ്റ് ആണല്ലോ? ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടാണ് ഉള്ളത്? ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 1. ഓക്കെ, 1 തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയാണ് നമുക്കിവിടെ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ x1 ആരാണ്? 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ x1ന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. കാരണം x1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം ഈസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക്
ഇതിട്ട് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ, കണ്ടോ. x1ൻ്റെ അവിടെ 1 ഇട്ട് കൊടുത്തു. ഇനി പ്ലസ് ഈ x4 ഇതാ കാണിച്ചു തരാം. x4 = 50 എന്നാണ്. നമുക്ക് x4 എന്തായിരിക്കണം ആക്ച്വലി, അത് കണ്ടെത്താം നമുക്ക്. x4 എന്താവണം, ഈ 50 ആകണം എന്നുണ്ടെങ്കിൽ x4 എന്തായിട്ടായിരിക്കണം മാറേണ്ടത്, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 49 അല്ലേ ആവേണ്ടത്. ഈ 50 1 റെഡ്യൂസ് ചെയ്താൽ പോരെ, 49 കിട്ടില്ലേ. അതേ നോക്കിയേ, x4 = ഈ 50 എഴുതുക. ഈ 1 ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എന്തായി, 1 ആയി, -1 ആയി. അപ്പം അങ്ങനെയാണ് ഈ x4 എന്താണ് 49 കിട്ടി, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ബുദ്ധി ഉപയോഗിച്ചൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. ഈ 1 + x4 = ആണ് 50 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 50 കിട്ടണമെങ്കിൽ x4 എത്രയായിരിക്കണം, 49 ആയിരിക്കണം അല്ലേ. അപ്പോൾ ഞാനിത് ക്ലിയർ ആയിട്ട് 49 എങ്ങനെ വന്നതെന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 1ൻ്റെ സ്ഥാനത്ത് 1 തന്നെ എഴുതാം, x4ൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം, 49. കണ്ടോ, 1 + 49 = നമുക്ക് എന്ത് കിട്ടി, 50 കിട്ടി. കറക്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഞാനത് കാണിച്ചു തന്നത് മാത്രമേ എങ്ങനെയാണ് അത് വർക്ക് ചെയ്തതെന്നുള്ളത് കാണിച്ചു തന്നതാണ്. നമുക്കിനി ഇവിടെ എന്താ കണ്ടെത്തേണ്ടത്, നമുക്കിവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഒരാൾ വേണം അല്ലേ, ആരാണത്, ഡിഫറൻസ് വേണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ കറക്റ്റായിട്ട് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ CD കാണാൻ പോവാണ്. CD കാണുന്നത് എങ്ങനെയാണ് നോക്കിയേ, x4 - x1 കണ്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം x4 - x1 / 4 - 1. എന്താണിത്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് x4ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, x4 നമുക്കിപ്പോൾ എത്രയാണെന്ന് മനസ്സിലായി, x4 49. സോ 49 ഓക്കെ, -x1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിട്ടുണ്ടല്ലേ, 1 ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1 ആണ് ഇവിടെ ഇടേണ്ടത്. -1 / 4 - 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, നമുക്ക് 3 കിട്ടും. അപ്പോൾ ഈ 49 ഇത് 1 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക, 48 ആയിരിക്കുമല്ലോ കിട്ടുക. കറക്റ്റ് അല്ലേ, കേട്ടോ. 48/3 കിട്ടും. ഇനി 48 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്, നോക്കിയേ. 3 ഇതിൽ എത്ര ടൈംസ് പോയി, 1 ടൈം പോയി. ബാക്കി 3 അല്ലേ എടുത്തിട്ടുള്ളൂ, 1 ചേർത്തിപ്പോൾ ഇത് 18 16 ടൈംസ് ഈ 3 ഇതിൽ പോയി. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടി. എന്താണ്, കോമൺ ഡിഫറൻസ് 16 ആണ് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഞാനത് ഒന്നുകൂടെ എടുത്ത് എഴുതാം കേട്ടോ. ഫസ്റ്റ് ടേം 1 തന്നിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള ഈ 4 ടേമിനെ നമുക്കറിയില്ല അല്ലേ, പക്ഷേ ടോട്ടൽ 100 ആണ് മാത്രം എഴുതിയാൽ ഫസ്റ്റ് ടേം എത്രയാണ് തന്നിട്ടുള്ളത്, 1 ആണ്. അപ്പോൾ എപ്പോഴും ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ആളിന് ഇതിൻ്റെ കൂടെ കൂട്ടിയാണ് ഇങ്ങോട്ടേക്ക് എഴുതുന്നത്. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ 1ൻ്റെ കൂടെ ഈ 16 കൂട്ടുമ്പോൾ എത്ര കിട്ടി നമുക്ക്, 17 കിട്ടി. ഇനി ഈ 7 അതെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ എന്തായിട്ട് എടുത്ത x1 എന്നാണ്. സോ x1 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇനി x2നെ കണ്ടെത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഈ 1ൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 16 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ 7 കിട്ടിയത്. ഇനി ഇതാരാണ്, x3 ആണ് അല്ലേ. അപ്പോൾ ഈ x3നെ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി, 17 കൂടെ വീണ്ടും 16 കൂട്ടുക. അപ്പോൾ നമുക്കത് ചെയ്യാം. x3 എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, x3. ആ തേർഡ് ടേം കണ്ടെത്താൻ വേണ്ടി വീണ്ടും ഈ 17ൻ്റെ കൂടെ എന്ത് കൂട്ടണം, 16 കൂട്ടണം. നമുക്ക് എത്രയായിരിക്കും കിട്ടുക, 33 കിട്ടും. കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടേം കിട്ടി 33. ഇനിയോ x4 തന്നെ ഇവിടുത്തെ ഈ x4 തന്നെ എന്ത് ചെയ്യണം, ഈ 33യുടെ കൂടെ വീണ്ടും നമ്മൾ 16 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 49 കിട്ടി. കണ്ടോ. അപ്പോൾ ഇത് കിട്ടി. കറക്റ്റ് അല്ലേ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സീക്വൻസ് എന്താണ്, 1 എഴുതാം, 17 എഴുതാം, 33 എഴുതാം, 49 എഴുതാം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എഴുതിയിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് എന്തൊക്കെയാണ് കിട്ടിയത്, 1 17 33 then 49. ഇതാണ് ഇതിൻ്റെ ആൻസർ. നല്ല കിടക്കല്ലേ, എളുപ്പത്തിൽ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഈവൻ നമ്പറിൽ വന്നാൽ നിങ്ങൾ, അതായത് നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം, പേയേഴ്സ് ആയിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ.
So second question ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. The first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, അതായത് x1 നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് 1 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ അപ്പോൾ ഇത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടില്ല, ഇവിടെ തന്നിട്ടില്ല, പിന്നെ ഇവിടെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 100 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ x1 എന്ന് പറയാം, ഇതിനെ x2, ഇത് x3, ഇത് x4. കണ്ടോ 4 ടേംസ് ഉണ്ട്. സോ ഈവൻ നമ്പറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ നമ്പറിൽ തന്നാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? പെയേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കണം. കണ്ടോ ഇതൊരു പെയറാണ്. ഇനിയോ ഇത് അടുത്ത പെയറാണ്, ഇത് സെക്കൻഡ് പെയറാണ്, ഇത് ഫസ്റ്റ് പെയർ. ഓക്കെ, അപ്പോൾ ഈ പെയറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 100 കിട്ടുന്നത്. എന്തായാലും കറക്റ്റ് 4 നമ്പർ ഉള്ള കാരണം 100ൻ്റെ പകുതി എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 ആയിരിക്കും, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും 50 ആയിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് അടുത്ത് എഴുതാം. നോക്കിയേ, x1 + x4 = 50 വരണം. അതുപോലെ തന്നെ x2 + x3 ചെയ്താലും എന്ത് കിട്ടണം? 50 തരണം. അതിൽ നമുക്ക് x1 നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം = 1 എന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നോക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 കൊടുക്കാം, പ്ലസ് x4 = 50. അപ്പോൾ ആക്ച്വലി x4 എന്താകണം? 49 അല്ലേ ആവേണ്ടത്. ഏതാവുന്നത് കാണിച്ചു തരാം കേട്ടോ. അതെ, x4 = 50 എഴുതി. ഈ 1 ഇപ്പുറേക്ക് പോയാൽ എന്ത് വരും? മൈനസ്. അപ്പോൾ x4 എന്തായി മാറി? ഇതിൽ നിന്ന് 1 കുറച്ചാൽ അതെ 49 കിട്ടി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ x + 49 ആണ് = 50 എന്ന് പറയുക. കണ്ടോ ഇത് കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതൊന്ന് കാണിച്ചു തന്നാണ് എങ്ങനെയാണ് ഇങ്ങനെ വരേണ്ടതെന്നുള്ളത്. അപ്പോൾ 15 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? നമുക്കത് 100 ആണ്. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് ടേം തന്നു, ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിച്ചു. 49 ആണ്. 1 + 49 50 ആണ്. നമുക്കിനി ഇവിടെ എന്ത് കാണണം? CD കാണണം. CD കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല അറിയാലോ, എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അതിന് ഇവിടെ മൈനസ് ആട്ടോ. അപ്പോൾ ഇതെന്താ? ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം, ഇതിൻ്റെ പൊസിഷൻ, അതായത് 4ഉം ഈ 1ഉമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോർത്ത് ടേം എത്രയായി? 49 ആണ്. ഇനിയോ അതിനാണ് ഈ 49 കണ്ടെത്തിയത് കേട്ടോ. ഈ ഫസ്റ്റ് ഇത് നമുക്ക് CD കാണണ്ടേ? CD കാണണമെങ്കിൽ നമുക്ക് ആ നമ്പർ വേണം. അപ്പോൾ അതിനാണ് 49 കണ്ടെത്തി. ഇനി x1 എന്താണ്? 1 ആണ്. ബൈ ഇത് റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടും? 4 - 1 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടും. 49 - 1 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടിയാൽ? 48/3. ഇനി 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 ഇതിൽ 1 ടൈം പോകും, ബാക്കി 1. അപ്പോൾ 18, അപ്പോൾ 16 ടൈംസ് പോകില്ലേ ടോട്ടൽ? നോക്കിയാൽ 16 കിട്ടിയ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എന്താണ്? CD അല്ലെങ്കിൽ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ CD 16 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ x1 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 1 എന്ന്. അപ്പോൾ നമുക്ക് x2 ആണെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1ൻ്റെ കൂടെ 16 ആഡ് ചെയ്താൽ പോരെ? എത്ര കിട്ടി? 17. x3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 17ൻ്റെ കൂടെ വീണ്ടും നമ്മുടെ ഡിഫറൻസ് ആയിട്ടുള്ള 16 കൂട്ടുക, അപ്പോൾ 33 കിട്ടി. ഇനി x4 എന്ന് പറഞ്ഞാൽ ഈ 33യുടെ കൂടെ എന്ത് കൂട്ടണം? വീണ്ടും നമ്മുടെ ഡിഫറൻസ് ആയിട്ടുള്ള 16 ആഡ് ചെയ്യുക. അതിനാണ് നമ്മൾ ഡിഫറൻസ് കണ്ടെത്തിയത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 49 കിട്ടി. അപ്പോൾ നമ്മളൊരു AP നമ്മൾ ഫോം ചെയ്ത് എത്രയാണ്? 1, 17, 33, then 49. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മായിരിക്കും, അതായത് 1 + 17 + 33 + 49 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്തെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 100. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ കൂട്ടി നോക്കുക, 100 ആണ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇതിലും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. 49 + 1 എത്രയാണ്? 50 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം, അതും 50 ആണ്. സോ 50 + 50 = 100. റൈറ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻഡ് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുന്നത് തുടർച്ചയായി വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺസിക്യൂട്ടീവ് എന്ന് പറയുക. ഓക്കെ, സോ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, the sum of 2 terms on the 2 end and the sum of 2 terms in the middle are the same. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 ടേം എഴുതിയെന്ന് വെച്ചോ, ഇപ്പോൾ ഞാൻ കാണിച്ച അതേ കണക്ക് പോലെ തന്നെയാണ് കേട്ടോ. 1, 2, 3, 4. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താണെന്ന് പറയുന്നത്? കണ്ടോ, ആർ ദ സെയിം ആൻസർ ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ 4 കോൺസിക്യൂട്ടീവ് ടേംസിന് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പോൾ
അപ്പോൾ ഇത് എത്രാമത്തെ സമ്മാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? എന്താണ് തേർഡ് വണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ തേർഡ് വണ്ണിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ഒരു 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു. അതിലവർ പറഞ്ഞ പ്രകാരം ഈ എൻട്രി കിടക്കുന്നതും ഈ എൻട്രി കിടക്കുന്നതും കൂടെ ചെയ്യുമ്പോൾ സെയിം ആൻസർ വരുന്ന രീതിയിൽ നമ്മളോട് പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഇതിന് സ്റ്റാൻഡേർഡ് ഫോം എടുത്തുകൊണ്ട് നമുക്ക് അത് ചെയ്ത് നോക്കാം അല്ലേ. ഇതിനെ നമ്മൾ എന്താ പറയുക? നമ്മൾ ഫസ്റ്റ് ടേമിന് x1 എന്ന് പറയും, റൈറ്റ്. അടുത്ത ടേം എന്തായിരിക്കാം? നമ്മുടെ x2 ആണ്. ഇനിയോ അടുത്തത് x3 ആണ്. പിന്നെയോ x4 ആണ് അല്ലേ. അപ്പം ഇത് തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ ഡിഫറൻസ് 2 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 - 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് 1 ആണ്. നോക്കിയേ, ഈ 1ൻ്റെ കൂടെ 1 കൂട്ടിയതല്ലേ 2, 2ൻ്റെ കൂടെ 1 കൂട്ടിയതാണ് 3, ഇതിൻ്റെ കൂടെ ഇത് കൂട്ടിയതാണ് 4. അപ്പോൾ നമ്മൾക്ക് ഇതിനെ മറ്റൊരു ജനറൽ ഫോമിൽ എഴുതിയാൽ നമുക്ക് ഇതിനെ എങ്ങനെയാണ് പഠിക്കുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യത്തേന് നമ്മൾ എന്ത് പറയും? x1 എന്ന് പറയും. ഈ സെക്കൻഡ് ടേമിന് നമുക്ക് എന്താ പറയുക? ഇതിനോട് ഡിഫറൻസ് ആഡ് ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾക്ക് അതിനെ എന്ത് പറയാം? കോമ ഇട്ടിട്ട് x+d, കോമയോ പ്ലസ്സോ ഇടാം കേട്ടോ. x+d ആയിരിക്കും ഇതിൻ്റെ. ഇനി ഇതിൻ്റെ വരുമ്പോൾ എന്തായിരിക്കും? x+2d ആയിരിക്കും. ഇനി അടുത്തതിൻ്റെ വരുമ്പോൾ എന്തായിരിക്കും? x+3d ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചു. ഇത് ഫസ്റ്റ് ടേം അല്ല, x1 എന്ന് പറയുന്നത്. x2 തന്നെ x-ൻ്റെ ഒരു d കൂട്ടിയതായിരിക്കും. അതാണ് ഈ കാണുന്നത്. 1ൽ നിന്നൊരു 1 കൂട്ടിയപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കൂട്ടിയപ്പോൾ 2 കിട്ടി. ഇനി x3 എന്ന് പറയുന്ന ആരാണ്? ഇതാണ്. ഇതിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ഡിഫറൻസ് ആഡ് ചെയ്യണം? 2 ടൈംസ് ആഡ് ചെയ്യണം. സോ എക്സിൻ്റെ ഇതാണ് x. ഈ എക്സിൻ്റെ കൂടെ 2 പ്രാവശ്യം ആഡ് ചെയ്താലല്ലേ 3 കിട്ടുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ആ 1 ഇതിനോട് ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി. അപ്പോൾ നമ്മൾ ആൻസർ 3D എഴുതി. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം കേട്ടോ. അതായത് ഇതിനെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ? 1 2 3 4 ഉണ്ട്. നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി ഒരു പെയറാക്കാം. പിന്നെയോ ഇതിനെ രണ്ടിനെയും കൂടി ഒരു പെയറാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈവൻ നമ്പേഴ്സിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ 2 പെയറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് x1നെയും x4നെയും കൂടി നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. നോക്കിയേ, x1 + x4 ഇത് രണ്ടും കൂടി എടുത്താൽ നമുക്ക് എന്തെഴുതാം? x1 + x+3d. x1 എന്ന് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എന്താ ഇത് നോക്കാം. ഇവിടെ നോക്കാം, നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 2x + 3d അല്ലേ കിട്ടുക. കണ്ടോ, 2 x1 ഉണ്ട്. അപ്പോൾ 2x1 3d എന്ന് കിട്ടി. ഈ 2x കൂടെ കൂട്ടി എത്ര കിട്ടി? 2x. ഇവിടെ 1 കൊടുത്തോ, കുഴപ്പമില്ല, +3d. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കിടക്കുന്ന മിഡിലുള്ള 2 കൂടി എടുക്കാം. അതാകുമ്പോൾ x+dയും പിന്നെ എന്താ വരിക? +x+2d. കണ്ടോ, ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 2 എക്സുകളുണ്ട്. 1 ഇട്ടോട്ടെ, കുഴപ്പമില്ല. അപ്പം നോക്കിയാൽ 2x + ഇത് രണ്ടും കൂടെ ചെയ്താലോ? കണ്ടോ, ഈ ഡിയുടെ മുന്നിൽ ആരുമില്ല, പക്ഷേ ഇവിടെ എന്താ ഉണ്ടെന്ന് അർത്ഥം? 1 ഉണ്ടെന്ന് അർത്ഥം. സോ 1ഉം ഈ 2 കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടി? 3d. നോക്കിയേ, 2x1 + 3d. ഇവിടെയും 2x1 + 3d. അപ്പം ഇവർ പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? അതും പ്രൂഫ് ചെയ്തു അല്ലേ. അപ്പോൾ ഓക്കെ ആണല്ലോ ഈ 2 ക്വസ്റ്റ്യന്. ഇതുപോലെ ഒന്നുമില്ല പേടിക്കാനായിട്ട്. 4 ടേംസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയോളൂ കേട്ടോ ഒന്നുകൂടി. അതായത് ഓക്കെ, ഇത് എന്താണ്? പ്രൂവ് ദാറ്റ് ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക്. തുടർച്ചയായി വരുന്ന കോൺസിക്യൂട്ടീവ് മീൻസ് എന്താ? തുടർച്ചയായി വരുന്ന ടേംസ് അരിത്തമെറ്റിക് സീക്വൻസിലെ അതിന് സം ഓഫ് 2 ടേംസ് ഓൺ ദ 2 എൻഡ് വിച്ച് മീൻസ് വാട്ട്? ഇതുപോലെ കണ്ടോ, സം ഓഫ് ഈ 2 എൻഡി കിടക്കുന്ന ഇതും പിന്നെ എന്താണ്? and the sum of the 2 terms in the middle are the same. ഈ ഇതിലും വരുന്ന ഇതാണ് മിഡിൽ ടേം അല്ലേ. അപ്പോൾ അത് രണ്ടും എൻ്റെ ആൻസർ എന്താവണമെന്ന് സെയിം ആകണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായിട്ടുള്ള അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഇതേ കണ്ടെത്തി. ഇത് വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ x1 എന്ന് പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ടാണെങ്കിലും എടുക്കുക. അപ്പോൾ അത് പറയണോ? അത് ഓർത്തിട്ട് പറയാം. അതെ, ഇപ്പോൾ x1 എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? a+b ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ ഒന്നുകൂടി കൂടൂലേ. അപ്പോൾ 2a+b എന്ന് വരും. കണ്ടോ, x3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുകൂടി കൂടുമ്പോൾ 3a+b ആയിരിക്കും. ഓക്കെ,
ഇനിയോ x4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 4a + bയും ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇത് രണ്ടും ഒരു പെയർ, ഇത് രണ്ടും അടുത്തൊരു പെയറായിട്ട് നമുക്ക് എടുത്തുകൂടെ നോക്കിയേ. അപ്പം നമുക്ക് എന്ത് വരും x1 മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. x1 + എന്താണ് x4 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക. x1ൻ്റെ ആൻസർ എന്താണ് ഇവിടെ a + b x4ൻ്റെ ആൻസർ എന്താണ് ഇവിടെ 4a + b ആണ്. കണ്ടോ ഇവിടെ നോക്കിയേ, ഈ എയും ഇതും കൂടി ആഡ് ചെയ്യുക, എന്താ കിട്ടുക. ഇവിടെ ഒരു 1 ഉണ്ടെന്നാണല്ലോ അർത്ഥം. അപ്പോൾ 5a + 2 ബികളും കൂടെ കൂട്ടി എത്ര കിട്ടി, 2b. കണ്ടോ. ഇനി അടുത്തത് ഈ മിഡിലിൽ കിടക്കുന്ന എടുക്കാം. അതെന്താണ് x2 + x3. അതെടുത്തു കഴിഞ്ഞാലോ 2a + b x2 എന്ന് പറഞ്ഞാൽ 2a + b, x3 എന്ന് പറഞ്ഞാൽ എന്താണ് 3a + b. കണ്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കിയേ 2 എകളുണ്ട്. അപ്പോൾ എത്ര കിട്ടിയത് നമുക്കിവിടെ 5a + ഈ 2 ബികളുണ്ട്. അപ്പോൾ 2b. നോക്കിയേ ഇത് രണ്ടും സെയിം ആൻസർ അല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം യൂസ് ചെയ്തിട്ട് ചെയ്തത്. ഇതല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു a b അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എൻഡിൽ കിടക്കുന്ന 2 ടേമും മിഡിലിൽ കിടക്കുന്ന 2 ടേമും ചെയ്തപ്പോൾ ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് 4th ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കിയേ, റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 100 ആസ് എ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എഴുതാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ വരേണ്ടത്, 100 വരണോ അല്ലേ. ഫസ്റ്റ് 4 ടേംസിൻ്റെ സം എന്തായിരിക്കണം, 100 വരണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നമുക്കത് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എന്തെഴുതാം, ഏതെങ്കിലും ഒരു 4 ടേംസിനെ നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ ചെയ്യാം. അതായത് അതെ, ഏതോ ഒരു ടേം ഇവിടെയുണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ സം എന്താണെന്ന് പറഞ്ഞാൽ 100 അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം, ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ജനറൽ ഈക്വേഷനാണ് ഇവിടെ നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇതിനൊരു ജനറൽ ഫോം ഉണ്ട്. ഈ 4 ടേംസ് തരുമ്പോൾ ജനറൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് x - 3d ഫസ്റ്റ് വൺ. ഈ ഈക്വേഷനിൽ 4 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണിന് എന്തെഴുതാം, x - 3d എന്ന് എഴുതാം. പിന്നെ തന്നെ എഴുതേണ്ടത് എന്തായിരിക്കാം, x - t എന്നായിരിക്കും വരേണ്ടത്. അടുത്തത് വരേണ്ടത് x + d എന്നാണ് വരേണ്ടത്. പിന്നെ x + 3d എന്നാണ് വരേണ്ടത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരേണ്ടത്, 100. അപ്പോൾ നമുക്ക് 4 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 4 ടേംസിൻ്റെ ജനറൽ ഫോം എന്താണ്, ജനറൽ ഫോം ഓഫ് 4 ടേംസ് ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ജനറൽ ഫോം ഓഫ്, ഇവിടെ എഴുതി വയ്ക്കണോ, ഇവിടെ എഴുതി വയ്ക്കാം. അതെ, ജനറൽ ഫോം ഓഫ് 4 ടേംസ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കണക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ എഴുതിയത്, x - 3d, x - t, x + t, x + 3d. കണ്ടോ, ഇവിടെ ഒരു x - 3d ഉണ്ട്, ഇവിടെ എന്തെഴുതി x - t ഉണ്ട്, ഇവിടെയോ x + d ഉണ്ട്, ഇവിടെ x + 3d ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുന്നതാണ് നമ്മുടെ 100 എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ടൊന്ന് നോക്കാം. അതായത് ഒന്നും കൂടെ അതെടുത്ത് എഴുതിയിരിക്കാം കേട്ടോ. ഇതിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ എന്താ പറയുക, ഇവിടെ ചിലത് കട്ട് ചെയ്ത് പോകും. ഇത് നോക്കിയേ, ഇവിടെ -t വരുന്നു, ഇവിടെ +t വരുന്നു. സോ അത് രണ്ടും കട്ടായി. ഓക്കെ ആണല്ലോ. ഇനിയോ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു -3d ഉണ്ട്, ഇവിടെ ഒരു +3d ഉണ്ട്. സോ അത് കട്ടായിപ്പോയി. ബാക്കി വന്നത് എന്താ, 1 2 3 4 ആണ്. അപ്പോൾ നമുക്ക് 4x ആണ് ഇവിടെ ഉള്ളത്. 4x = 100 എന്ന് വരും. അങ്ങനെയാണ് x = 4 × x ആണ്. അപ്പോൾ x = 100/4 അല്ലേ. 4 ഇതിൽ എത്ര ടൈംസാണ് പോവുക, 25. സോ x നമുക്ക് കിട്ടിയല്ലോ 25, അത് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, ഡിഫറൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, d നമുക്ക് 1 ആയിട്ട് എടുത്തൂടെ, 1 വെച്ച് ആയിരിക്കുമല്ലോ. അപ്പോൾ 1 ഡിഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ എന്ത് കൊടുക്കാം, ഫസ്റ്റ് 1 കിടക്കുന്നത് എന്താണ്, ഇതാണ് x
എന്താ x-3d ആണ്. അതെടുത്തൊന്നുകൂടി ഇവിടെ എഴുതി വെക്കാം കേട്ടോ. അതെ, x-3d ഉണ്ട്, പിന്നെന്താ x-d ഉണ്ട്, x+d ഉണ്ട്, ദെൻ x+3d ഉണ്ട്. സോ ഇവിടെ എല്ലാത്തിനും എക്സിൻ്റെ വാല്യൂ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 1 ആയിട്ട് നമുക്കിവിടെ എടുത്തിട്ടുണ്ട് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എക്സ് നമുക്ക് കിട്ടി എത്രയാണ്? 25. സോ ഇവിടെ 25 മൈനസ് 3 × 1 എന്ന് എടുക്കാം. എന്തായിരിക്കും ഉത്തരം കിട്ടുന്നത്? 25 3 × 1 3 തന്നെയാണല്ലോ. 3 നിന്ന് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും 22 എന്നുള്ളൊരു ഉത്തരം കിട്ടാം. ഇനിയോ വീണ്ടും 25 മൈനസ് എന്താണ് ഇവിടെ? ഡി ആണ്. ഡി എന്താ കിട്ടിയിരിക്കുന്നത്? 1 ആണ്. സോ 25 1 കുറച്ചാൽ എത്ര കിട്ടുക? 24 കിട്ടും. അടുത്തത് x+d ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ? 25 ആണ്. പ്ലസ് ടി 1 എത്ര കിട്ടി നമുക്ക്? 26 കിട്ടി. അടുത്തത് 25 + 3d എന്നാണ്. അപ്പോൾ 3 × 1 അപ്പോൾ 25. ഇവിടെയോ 3 പ്ലസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 28 കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്തു. എന്താണ്? 22, 24, 26, 28 ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് ഫോം ചെയ്തു. ക്ലിയർ ആയില്ലേ ഇത്? ഇനിയിപ്പോൾ നമ്മൾക്ക് ഇനിയും വേറെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? നേരത്തെ ഒരു കണക്കിൽ ഇതുപോലെ തന്നെ ഡിഫറൻസ് നമ്മൾ മാറ്റി എടുത്തു. അതുപോലെ ഇപ്പം ഡിഫറൻസ് ഇനി 2 എടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇവിടെയും കൊടുക്കണം കേട്ടോ. ഇവിടെയും ഇഫ് ഡി എന്ന് നമുക്ക് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക? ഇഫ് ഡി = 2 എടുത്ത് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും അരിത്തമെറ്റിക് സീക്വൻസ് വരിക? നോക്കിയേ, ആദ്യത്തത് x-3d എന്നല്ലേ. സോ എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുക്കാം? 25 മൈനസ് 3 × d എത്രയാണ് എടുത്തത്? 2 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന ആൻസർ? 19 കിട്ടും. 25 6 കുറച്ചാൽ. അടുത്തതോ 25 ഇവിടെ കിടക്കുന്നത് നോക്കിയാൽ x-d എന്നാണ്. അപ്പോൾ 25 നിന്ന് 2 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടുക? 23 ആയിരിക്കും കിട്ടുന്നത്. അടുത്തതോ 25 x+d അല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? 25 + 2 കൊടുക്കാം. എത്ര കിട്ടും? 27. ഇനി അടുത്തത് എന്താണ്? x+3d ആണ്. സോ x 25 ആണ് പ്ലസ് 3 × 2 എന്ത് കിട്ടി? 6. 25 ഇവിടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടി 6 20 ഇവിടെ കേട്ടോ. 25 + 3 × 2 അപ്പോൾ 6 ആണ്. 6 25 ഇവിടെ ആഡ് ചെയ്താൽ എത്ര കിട്ടിയ? 31 കിട്ടി. അപ്പോൾ നമ്മൾ അടുത്തൊരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഉണ്ടാക്കി അല്ലേ. അത് എന്തൊക്കെയാണ്? 19, 23, 27, 31. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 100 തന്നെ കിട്ടും. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കോളാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 100 കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? 100 കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാം ഇവിടെ ചെയ്തു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 100 as a sum of first 4 terms. സോ ഫസ്റ്റ് 4 terms കണ്ടോ? 1 2 3 4 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 100 കിട്ടും. ഇവിടെയും 1 2 3 4 ഇത് ആഡ് ചെയ്ത് നോക്കാം 100 കിട്ടും. ഓക്കെ ആണല്ലോ.